ഇന്നലെ ഉച്ചവരെ എരിഞ്ഞു നിന്നിരുന്ന രാജ്യതലസ്ഥാനത്തെ ഉച്ചയ്ക്ക് ശേഷം അക്ഷരാർത്ഥത്തിൽ കത്തിക്കുകയായിരുന്നു കോൺഗ്രസ്. വൈകിട്ട് 3:30 മുതൽ 7 വരെ നഗരം സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി എന്ന ആവശ്യത്തിലേക്ക് വരെ എത്തി. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും KC വേണുഗോപാലിനെയുമെല്ലാം ഡൽഹി പോലീസ് വലിച്ചിഴച്ചാണ് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാകും ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടാകുന്നത്. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടെ ഇത്തരമൊരു പ്രതിഷേധം പ്രതിപക്ഷത്തു നിന്ന് ഇതാദ്യമായായിരുന്നു. പ്രതിഷേധം മുൻകൂട്ടി അറിഞ്ഞ് പാതി വഴിയിൽ തടയിടുന്ന ഡൽഹി പോലീസിന്റെ തന്ത്രം പൊളിക്കാനായിരുന്നു സ്വന്തം MPമാരെ പോലും അറിയിക്കാതെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. ഖാർഗെയുടെ ജന്മദിനാഘോഷത്തിനായാണ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന നേതാക്കൾ സ്വാതന്ത്ര്യമില്ലാതാവുന്നു എന്ന് വ്യക്തമാക്കി കൈകൾ കൊട്ടിയാണ് പ്രതിഷേധിച്ചത്. 50,000 പേർ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തു എന്നാണ് പോലീസ് വിലയിരുത്തൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ 10 രാജാജി മാർഗിലെ വസതിയിൽ നിന്ന് 1/2 കിലോമീറ്ററോളം അകലെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രവേശന കവാടം. അക്ബർ റോഡ്, സഫ്ദർജംഗ് റോഡ്, തീൻമൂർത്തി മാർഗ് തുടങ്ങിയ പ്രധാന വഴികളെ ബന്ധിപ്പിക്കുന്ന ഇടം. പാർലമെന്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമെല്ലാം അദ്ദേഹം വസതിയിലേക്ക് പോകുന്ന വഴിയാണ് കോൺഗ്രസ് പ്രവർത്തകർ മുടക്കിയത്. 3:30 ഖാർഗെയുടെ വസതിയിൽ നിന്ന് കാൽനടയായി കോൺഗ്രസ് സംഘം പ്രധാനമന്ത്രിയുടെ വസതിയുടെ ഗേറ്റിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ലൈവ് എത്തി. മാധ്യമപ്രവർത്തകരും പോലീസുമെല്ലാം നീക്കമറിയുന്നത് അപ്പോൾ മാത്രമാണ്. രാഹുൽ ഗാന്ധി നയിച്ച മാർച്ചിൽ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും അണിനിരുന്നു. ലോക് കല്യാൺ മാർഗിലെ ഗേറ്റിനു മുന്നിൽ നേതാക്കൾ കുത്തിയിരുന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ സുരക്ഷാ ജീവനക്കാരും ഒന്ന് പകച്ചു. സമര വിവരമറിഞ്ഞ് കൂടുതൽ MPമാരും നേതാക്കളും സ്ഥലത്തേക്ക് എത്തി തുടങ്ങി. സ്ഥിതി കൈവിട്ടുപോയെന്ന് തിരിച്ചറിഞ്ഞതോടെ കൂടുതൽ പോലീസും എത്തി. മല്ലികാർജുൻ ഖാർഗെ എത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലെ സുരക്ഷാ ജീവനക്കാർ വേഗം കസേരയുമായി എത്തി. ബാക്കിയെല്ലാവരും നിലത്തിരുന്നു. രാഹുൽ ഗാന്ധി അവർക്ക് മുന്നിൽ നിന്നു. 4 മണി കഴിഞ്ഞപ്പോൾ ഏതാനും നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കിയെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ കൂടുതൽ ഇടപെടൽ ഒഴിവാക്കി. 4 റോഡുകളും അടച്ച പോലീസ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും സുരക്ഷയ്ക്കായി രംഗത്തിറക്കി. ഇതിനിടെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ VD സതീശൻ, DK ശിവകുമാർ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ ഭാഗമാകാനെത്തി. 4:30 ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനും സ്ഥലത്തെത്തി. അരമണിക്കൂറിലേറെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പ്രതിഷേധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കരുതിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. യുവാക്കളോട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താൻ രാഹുൽ ആഹ്വാനം ചെയ്തതിനു പിന്നാലെ കൂടുതൽ പോലീസ് സ്ഥലത്തേക്കെത്തി. ചൂടിനെ പ്രതിരോധിക്കാൻ ശുദ്ധജലം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരുന്നു. കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പ്രിയങ്കയുൾപ്പെടെയുള്ളവർ മുന്നിൽ നിന്നു. അതിനിടെ ശ്രദ്ധേയമായി ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ വഴി സമരം ചെയ്തവർക്ക് ജനങ്ങൾ ഭക്ഷണവും വെള്ളവും ഓർഡർ ചെയ്തു നൽകുന്ന കാഴ്ചയുമുണ്ടായി. വൈകിട്ട് 6:30 ന്യൂഡൽഹി DCP സച്ചിൻ ശർമ്മ രാഹുലിന്റെ അടുത്തെത്തി സമരം അവസാനിപ്പിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ വഴങ്ങാതെ വന്നതോടെ പോലീസ് നീക്കമായി. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഡൽഹി പോലീസും സ്ഥലത്ത് നിരന്നു. നേതാക്കളെ ഓരോരുത്തരെയായി വലിച്ചു വാഹനത്തിൽ കയറ്റി. ഇതിനിടെ ഒരു വാനിന് മുന്നിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കിടന്നതോടെ പോലീസ് വീണ്ടും പകച്ചു. വനിതാ പോലീസുകാർ ഓടിയെത്തിയാണ് പ്രവർത്തകരെ മാറ്റിയത്. ബസ്സിന് മുകളിൽ കയറി പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചവരെയും ഇതിനിടെ പോലീസ് താഴെ ഇറക്കി. ഏറെ പണിപ്പെട്ടു പ്രിയങ്ക ഗാന്ധിയെ ബസ്സിൽ കയറ്റിയെങ്കിലും വാഹനം മുന്നോട്ടു പോയില്ല. ഒടുവിൽ പ്രവർത്തകരെ പിടിച്ചു മാറ്റിയാണ് വാഹനത്തിന് പോകാൻ വഴിയൊരുക്കിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളായ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, NCP ശരത് പവാർ വിഭാഗത്തിന്റെ ലോക്സഭാ അംഗം സുപ്രിയ സുളെ തുടങ്ങിയ നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. NCP ശരത് പവാർ വിഭാഗം പ്രതിപക്ഷ ഇന്ത്യ സഖ്യം വിട്ട് NDAയിൽ ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സുപ്രിയ സുളെ സമരത്തിനെത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ പാർലമെന്റിലും നിലപാട് കടുപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.
കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കൂടി സമരത്തിൽ പങ്കാളികളായതോടെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച രണ്ടാമത്തെ ആവശ്യമായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം BJP നേതൃത്വം അംഗീകരിക്കില്ലെന്നാണ് റിപ്പോർട്ട്. അതോടൊപ്പം സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കണം, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിശദമായ അന്വേഷണം വേണം എന്നീ ആവശ്യങ്ങളും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുകയാണെന്നാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ മറുപടി. ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധത അറിയിച്ചതാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയല്ല കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് പകരം കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. പ്രതിഷേധത്തിന് പിന്തുണയേറുകയാണ്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് സമരവേദിയിലെത്തും എന്നാണ് റിപ്പോർട്ട്. AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ, ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ, NCP നേതാവ് ശരത് പവാർ എന്നിവർ ഇന്നലെ ജന്തർ മന്ദറിൽ എത്തിയിരുന്നു. കസ്റ്റഡിയിലുള്ളവരെ മോചിപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിൽ കേജ്രിവാൾ നേരിട്ടെത്തിയിരുന്നു. ജനാധിപത്യത്തെ അടിച്ചമർത്തുന്നതിനെ ശക്തമായി അപലപിക്കുന്നതിനായി TVK അറിയിച്ചു. രാഷ്ട്രപതി ഭവനിലേക്കടക്കം മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ BSF അടക്കമുള്ള കേന്ദ്ര സേനകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇന്നും വരും ദിവസങ്ങളിലും രാജ്യതലസ്ഥാനം പ്രക്ഷുബ്ധമായിരിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ.